എല്ലാവരും മാറിക്കോളൂ. സദാനന്ദൻ ഇറങ്ങാണ്. ആളിറങ്ങുന്നു, 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 ആളിറങ്ങുന്നു. ഈശ്വര, കാലടിയില്ലോ. ആ വിഷുക്കണി ജാനുവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദൈവമേ, കുഴപ്പിക്കല്ലേ. ഇതാരാ കസൻ? വാതിലെവിടെ? ഇതെന്താ ഇവനീ കാണിക്കണേ? ഒന്നുമില്ല. ആ ഗേറ്റിന്റെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് ചേച്ചി നോക്കി. ഇവന്റെ ഒരു കാര്യം. അയ്യേ, ഇവളെന്തിനാ ഇങ്ങോട്ട് വരണേ? ആരാ? ആ വിഷുക്കണി ജാനുവേ. ഈശ്വര, ശകുനത്തിൽ ആനയുടെ പിൻഭാഗം കാണുന്നത് ഐശ്വര്യം. എല്ലാം കഴിഞ്ഞു. അമ്മ, ഇത് ആരെ കേറി വരണേ നോക്കി. നിക്കട്ടെ അവിടെ. നിനക്ക് എന്തായാലും ഇവിടെ കാര്യം? വേഗം ഇറങ്ങി പോയിക്കോ. അമ്മാവനെ ഞാൻ നിന്നെ കണ്ടാലുണ്ടല്ലോ. ഓ, അമ്മാവൻ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. അമ്മായി, സദാനന്ദ, നീ ഇത് കേട്ടോ? അമ്മാവൻ പറഞ്ഞിട്ടാ ഇവള് വന്നിരിക്കുന്നതെന്ന്. അമ്മായി വിഷമിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്താ പ്രശ്നം? വൃത്തിയായിട്ട മനുഷ്യൻ ഉടുപ്പൂടാൻ നടക്കുന്നുണ്ടില്ലേ? ആരാ കാണിക്കാനാ? സത്യം പറ, ഇവളോട് എന്തിനാ വരാൻ പറഞ്ഞത്? എന്താ കല്യാണം നീ പറയണേ? അമ്മാവനെ നല്ല വിഷുക്കണി ജാനുവിനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനോ? എപ്പോ? സമയം ഓർമ്മയില്ല, പക്ഷെ പറഞ്ഞു. അയ്യോ, എന്റെ ഭഗവാനേ, ഉറപ്പില്ലാത്ത ആളാ. നിനക്ക് ഇറങ്ങി പോടി വിടുന്നത്. എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നോളൊന്നുമില്ല. 50 രൂപ അഡ്വാൻസ് തന്ന് കാലത്ത് 8 മണിക്കൂടെ വരണമെന്ന് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞോണ്ട് വന്നതാ. ഇപ്പൊ പിടികിട്ടി. എന്റെ കല്യാണി നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെയുള്ളവളുമാരെ കണകട്ടോട്ട് ഇറങ്ങുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവനോട് അറിയാതെ പറഞ്ഞു പോയതാ. ഓഹോ, അപ്പൊ കണി കാണാൻ വിളിപ്പിച്ചതാണല്ലേ? കേറണം കേട്ടവനെ, അന്തസ്സായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. സദാനന്ദ.